രാഹുൽ ഗാന്ധി പരസ്യമായി കേക്കച്ചന്റെ തൊലിയുരിച്ചത് കാണുക. കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിൽ അവസാനിച്ച കേക്കച്ചന്റെ തേൻകണി യാത്രയുടെ സമാപന ദിനം നമ്മളെല്ലാം കണ്ടതാണ്. 25 ദിവസത്തോളം കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് വരെ വമ്പിച്ച പൊതുസമ്മേളനങ്ങളൊക്കെ നടത്തി, ആ ഒരു വൺമൻ ഷോ നടത്തി, താനാണ് പാർട്ടിയിലെ സമുന്നതനായ നേതാവ്, താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, തനിക്കെതിരെ മറ്റാരുമില്ല എന്ന് വരുത്തി തീർക്കുവാൻ നടത്തിയ ഈ ഒറ്റയാൾ ഡാൻസ്, ഈ വൺമൻ ഷോ രാഹുൽ ഗാന്ധി പരസ്യമായി പൊളിച്ചടുക്കുന്നത് കാണുക. ഓർക്കണം, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പദവി കൊണ്ടില്ലെങ്കിലും ആ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ കേരളത്തിൽ വന്ന് ഇയാളുടെ ഈ മസിൽ ഷോയുടെ ആ ചടങ്ങിൽ വെച്ച് തന്നെ ഇയാളെ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്തത്. ഇവിടെ സംഘനൃത്തത്തിന് പ്രാധാന്യമുള്ളെന്നും ഇത്തരം വൺമൻ ഷോകൾക്ക്, ഏകാംഗ അഭിനയത്തിന്, ഇത്തരത്തിലുള്ള ഏകാംഗ ഡാൻസുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്ന് രാഹുൽ ഗാന്ധി പച്ചയ്ക്ക് പറഞ്ഞത് മറ്റാരെയും ഉദ്ദേശിച്ചല്ല, ഈ വൺമൻ ഷോക്കാരനായ ഈ നെട്ടൂർ കേക്കച്ചനെ ഉദ്ദേശിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ഇയാളോട് രഹസ്യമായി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് പാർട്ടി അണികളെ സാക്ഷി നിർത്തി സകലമാന മാധ്യമങ്ങളിലൂടെയും ലൈവ് പോവുകയാണ്. കേരളത്തിലെ സകലമാന ജനങ്ങളെയും സാക്ഷി നിർത്തി ഈ പാർട്ടിക്ക് വിജയമുണ്ടാകണമെങ്കിൽ, ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഇതുപോലെ ഒരു പബ്ലിക് ഷോക്ക് ഈ കേക്കച്ചനിട്ട് രാഹുൽ ഗാന്ധി നൽകിയത്. രാഹുൽ ഗാന്ധി നടത്തിയ ആ പ്രസംഗം കാണുക. Finally, I'd like to end with a little bit of political advice. അവസാനം എനിക്കല്പം രാഷ്ട്രീയ ഉപദേശവും നിങ്ങളുടെ മുമ്പാകെ വെക്കാം. And this is not coming from me, but this is coming from the people of Kerala. ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. And it is advice to the leadership of the UDF. അത് മുമ്പിലിരിക്കുന്ന നിങ്ങളോടല്ല, വേദിയിലുള്ള നേതാക്കളോടാണ്, UDF-ന്റെ നേതാക്കളോടാണ് എനിക്ക് നടത്താൻ. Not from me, but from the people of Kerala. എന്റെ ഭാഗത്ത് നിന്നല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ആ നിർദ്ദേശവും ഉപദേശവും. So don't get angry with me, I am the messenger only. അതുകൊണ്ട് എന്നോട് ദേഷ്യം പിടിക്കരുത്, ഞാൻ ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്ന ഒരു ദൂതൻ മാത്രമാണ്. See, there are many beautiful dances in Kerala. Dances. കേരളത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള നർത്തകരുണ്ട്. മോഹിനിയാട്ടം, ഒരുപാട് നൃത്തരൂപങ്ങളുള്ള, കല കൊണ്ട് വളരെ സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് കേരളം. Some dances are individual dances. ചില നൃത്തങ്ങൾ വ്യക്തിഗത നൃത്തങ്ങളാണ്. Where suddenly one dancer comes in the middle and starts to dance. ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് ഒറ്റക്ക് നൃത്തം ചെയ്യാൻ തുടങ്ങും, അത് ആളുകളെ ആകർഷിക്കും. Like in Mohiniyattam, one person dances. മോഹിനിയാട്ടം നോക്കൂ, ഒറ്റ വ്യക്തിയാണ് വേദിയിൽ വരുന്നത്, ആ ഒറ്റ വ്യക്തി നൃത്തം ചെയ്യുന്നു. And then there are also group dances where everybody dances together. അതോടൊപ്പം സംഘനൃത്തങ്ങളുമുണ്ട്. ആ സംഘനൃത്തങ്ങളിൽ ഒരുപാട് പേർ ഒന്നിച്ചു ചേർന്ന് നൃത്തം വെക്കുന്നതാണ് നാം കാണാറുള്ളത്. Now, when a group dance is taking place, suddenly if one person starts to dance, it looks ridiculous. അങ്ങനെ ഒരു സംഘനൃത്തം നടക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരാൾ വന്ന് ഒറ്റക്കൊരു നൃത്തം നടത്തി മറ്റുള്ളവരുടെ ആകർഷണം നേടാൻ ശ്രമിക്കാറ്. So the advice from the people of Kerala to the UDF leaders is dance together. അതുകൊണ്ട് കേരളത്തിലെ UDF നേതാക്കളോട് എനിക്ക് നൽകാനുള്ള ഉപദേശം, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകാനുള്ള ഉപദേശം, ഒന്നിച്ചു ചേർന്ന് കൂട്ടമായി ഒരു സംഘനൃത്തമായി മാറൂ. And they are already saying if the UDF dances together harmoniously, we are going to make you the government of Kerala. They already saying. ജനങ്ങൾ ഒരു കാര്യവും കൂടി അതിന്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. UDF നേതാക്കന്മാർ ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് പിടിച്ച് ഒരു സംഘനൃത്തം സമ്മാനിച്ചാൽ ഞങ്ങൾ നിങ്ങളെ അധികാരത്തിൽ എത്തിക്കാമെന്നും കേരളത്തിലെ ജനങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞാൻ കേൾക്കുന്നു. So that was a little bit of political advice. I apologize if it was out of place. അതാണ് എൻ്റെ രാഷ്ട്രീയ ഉപദേശം.
അങ്ങനെ പറയുന്നതിൽ വല്ല അനിഷ്ടവും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. കണ്ടല്ലോ, വളരെ വ്യക്തമാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റാരെയുമല്ല, ഈ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനായ ആ സതീശനെ തന്നെയാണ്. വേദിയിലിരുന്ന സകല UDF നേതാക്കൾക്കും അത് ഇഷ്ടപ്പെട്ടു, അത് അണികൾക്കും മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ആർപ്പ് വിളിച്ച് കൈയടിച്ചത്. ഇനിയെങ്കിലും ഈ നെട്ടൂർ കേക്കച്ചൻ ഒന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.